മലയാളികൾ കൂടുതലും ക്വാണ്ടിറ്റിയിലാണോ ക്വാളിറ്റിയിലാണോ ഫോക്കസ് ചെയ്യുന്നതെന്ന് എപ്പോഴും ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം. എന്താണ് ഷെഫിന് അത് തോന്നിയിട്ടുള്ളത്? അത് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, നമ്മളെ ജനറ്റിക് എഞ്ചിനീയറിങ്, മണി മേക്സ് യു റിച്ച്, ബ്ലഡ് മേക്സ് യു റോയൽ എന്നാണ്. പണം കൊണ്ടൊരിക്കലും നമുക്ക് നമ്മളെ ക്വാളിറ്റി കൂട്ടാൻ പറ്റില്ല. രക്തത്തിൽ വരണം. നമുക്ക് പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ബ്യൂട്ടിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ക്വാളിറ്റി കൂട്ടാമെന്ന് പറ്റും. അപ്പം നമ്മളൊരു ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ താങ്കൾ ഒരു സ്റ്റേക്ക് കഴിക്കുന്നത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹയാത്തിൽ പോയി ഒരു സ്റ്റേക്ക് കഴിച്ചു. ഒരു സ്റ്റേക്കിന് 2000 രൂപ. 200 ഗ്രാം ഇറച്ചിയേ ഉള്ളായിരുന്നു. 200 ഗ്രാം ഇറച്ചി, പിന്നെ സോസ്, കാര്യങ്ങൾ, വെജിറ്റബിൾ. 200 ഗ്രാം ഇറച്ചി, ഒരു മൊത്തത്തിൽ 380 ഗ്രാം ഉണ്ടായിരുന്നു ഫുഡ്. മാഷ് പൊട്ടറ്റോസ് ഒരു 80 ഗ്രാമോളം, വെജിറ്റബിൾസ് എല്ലാം ഇതെല്ലാം വെച്ചാൽ 380 ഗ്രാം. 2000 രൂപ വാങ്ങിച്ചു. കാരണം എനിക്ക് ആ ടെൻഡർലോയിൻ മീറ്റ് കിട്ടണം, അത് കഴിക്കുമ്പോൾ ജ്യൂസി ആയിരിക്കണം, മീഡിയം റയർ ആയിരിക്കണം, എനിക്ക് ആ മാഷ് പൊട്ടറ്റോസ് വിത്ത് ബട്ടർ കിട്ടണം. സോ എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ക്വാളിറ്റിയോ ഇല്ല എൻ്റെ ചിന്താഗതിയിലോ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ എനിക്കൊരു മുഗൾ ബിരിയാണി കഴിക്കണം. അപ്പോൾ ബ്രദർ എന്നെ വിളിക്കുകയാണ്, കുങ്കുമപ്പൂ വെച്ച് വേണം ബിരിയാണി ചെയ്യാൻ. അതാണ് ബിരിയാണിയുടെ പീക്ക്, പിനാക്കൽ ഓഫ് ബിരിയാണി. ജാസ്മിൻ റൈസ് വേണം, ഏറ്റവും നല്ല ഗീ ആയിരിക്കണം യൂസ് ചെയ്യണം. റോസ് വാട്ടർ മാൻഡേറ്ററി ആണ്. ചിക്കൻ വെൽ മാരിനേറ്റഡ് ആയിരിക്കണം. ബിരിയാണിയുടെ കൂടെ എനിക്ക് ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും സൈഡ് ഇത് വേണം. ആ ബിരിയാണി വിൽ ബി വെരി എക്സ്പെൻസീവ്. അതിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കും, മുന്തിരിങ്ങ ചേർക്കും, അത് ഗാർണിഷ്ഡ് വിത്ത് സാഫ്രൻ ഫ്ലവേഴ്സ്. ഈ ബിരിയാണിക്ക് ഇവിടെ 150 രൂപയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റും. നമ്മൾ എവിടുന്ന് എങ്ങനെ ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ റോഡ് സൈഡിലൊരു ബിരിയാണി 100 രൂപയ്ക്ക് വിൽക്കുന്നെങ്കിൽ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റിൽ 200 രൂപയ്ക്ക് വിൽക്കണം. കറക്റ്റ്. അപ്പോൾ ഇതേ കണക്കത്തെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറരുത്. 100 രൂപയുടെ ബിരിയാണി കഴിച്ചിട്ട് പോവാം. ഈ റെസ്റ്റോറൻറ്റിൽ വരുമ്പം 200 രൂപയുടെ ബിരിയാണിയെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് 250 ആക്കി ഏറ്റവും പ്രീമിയം രീതിയിൽ എങ്ങനെ കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാനിഞ്ഞ് വിളിക്കും, ഞാൻ വിളിച്ചു പറയുമ്പോൾ ബിരിയാണി ദമ്മാണോ? അല്ല സർ, ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതാണോ? ഓക്കെ നൈസ്, എനിക്ക് ബോൺ പീസ് വെച്ച് തരണം, ഒരു എക്സ്ട്രാ പീസ് കൂടെ വെച്ചോ. എഗ് ഉണ്ടോ? മാൻഡേറ്ററി ആണ്, എനിക്കൊരു ബോയിൽഡ് എഗ് ആണ്. റൈത്ത ആണോ അതോ വിനീഗർ സാലഡാണോ? എനിക്ക് റൈത്ത ചെയ്താൽ യു ചാർജ് മീ 50 റുപ്പീസ് എക്സ്ട്രാ. കഴിച്ച് വല്ലതും പറയാൻ പറ്റും. ഇത് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സാണ്. ഇവിടെ പലരും വരും, എന്തുകൊണ്ട് സ്പെഷ്യൽ എന്തുകൊണ്ട്? ഞാൻ പറയും വാഴപ്പൂ ഫിഷ് ബിരിയാണി ഉണ്ട്. പൊറോട്ട ഉണ്ടോ? ബീഫ് ഉണ്ടോ? പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തോ പറയാനുണ്ട്, ഒന്നും പറയാനില്ല. പൊറോട്ടയിലും ബീഫ് ഭയങ്കര ഹൈപ്പാണ്, വെറുതെയാണ്. ഇപ്പോൾ വാഴപ്പൂ ഫിഷ് ബിരിയാണി, വാഴപ്പൂ ഷ്രെഡ് ചെയ്ത് ആംബ്രോസിയ ഫ്ലവേഴ്സ്, അതായത് ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ ഇട്ട് തിളപ്പിച്ച് റൈസ് കുക്ക് ചെയ്ത്, കിങ് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്ത്, റോസ്റ്റ് ചെയ്ത്, സ്പെഷ്യൽ ഹെർബ്സും മസാലയും വെച്ച്, ഇതേ കണക്ക് അണ്ടിപ്പരിപ്പ്, റോസ് വാട്ടർ എല്ലാം ബ്ലെൻഡ് ചെയ്ത് വാഴപ്പൂനകത്ത് വെച്ച് കെട്ടി ദമ്മിട്ടാണ് ഈ ബിരിയാണി വരുന്നത്. കിങ് ഫിഷിൻ്റെ ബിരിയാണിയാണ്, നെയ്മീൻ ബിരിയാണി. 380 രൂപ വാങ്ങിക്കുന്നത്. പലർക്കും ഈ ബിരിയാണി എന്ന് പറയുന്നത് മീൻ പൊരിച്ച് ഉള്ളി റോസ്റ്റ് ചെയ്ത് ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റിനകത്ത് കെട്ടി തരുന്നതാണ് ഫിഷ് ബിരിയാണി. നമ്മളെ ബിരിയാണി അങ്ങനെ, നമ്മളെ പച്ച മസാല ആയിരിക്കും, ഫിഷിന് ഒരു ചെറിയ റോ ടച്ച് ഉണ്ടാവും. കാരണം ഒരു സീ ഫുഡും അമിതമായി കുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്രോൺസ് ആണെങ്കിൽ തലയും വാലും തൊടുമ്പോൾ കുക്ക്ഡായി 3 മിനിറ്റ് 4 മിനിറ്റ് തലയും വാലും തൊട്ട്. ഇവിടുത്തെ പ്രോൺസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് സദ്യയിലാണ്. എന്നിട്ട് കരിച്ച് മുരിച്ച് എന്നിട്ട് ആ ഫ്രൈ പാനിനകത്ത് അതും കൂടെ ചുരണ്ടി ചോറിനകത്തിട്ട് നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, കൊളസ്ട്രോൾ ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. ആ പ്രോൺസ് ചത്ത് പണ്ടാരം അടങ്ങി റോസ്റ്റായി അതിൻ്റെ ജ്യൂസും വാട്ടറും എല്ലാം പോയി. പക്ഷെ നമ്മൾക്ക് കഴിച്ചതാ ശീലം. ഇപ്പോൾ പലരും ബിരിയാണി കഴിച്ചിട്ട് പറയും പ്രോൺസ് വെന്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരുമ്പം വാഴപ്പൂ ഫിഷ് ബിരിയാണി എന്തോ സ്പെഷ്യാലിറ്റി, ഇല്ലേ കരിക്കൻ ബിരിയാണി, എന്താണ് ഡിഫറൻസ് എന്താണ്? അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ചോദിക്കാം സ്പൈസി ആണോ? അപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറയാം, ശ്രീജിത്തിന് ഒരു കോൺഫിഡൻസ് തരാം. ശ്രീജിത്ത് നമ്മളൊരു ടൈപ്പാണ്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അറിയാം, ഓ ഇവനെ ചോറും ചമ്മന്തിയും കൊടുത്ത് വിടുന്നതാണ് നല്ലത്, ഇതൊന്നും ആർക്കും പിടിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ചില ആൾക്കാർക്ക് എരിവ് എല്ലാ ദിവസവും വേണം. അച്ചാറും കൂട്ടി ദോശ തിന്നുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്തെങ്കിലും എരിവ് തിന്നേ പറ്റും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം എല്ലാം ഒരു ബ്ലാൻഡ് ആയിരിക്കണം, അതിൻ്റെ എല്ലാം ടേസ്റ്റാണ്. അപ്പം കോഴി തന്നെ വെറുതെ തേങ്ങാപ്പാൽ പുഴുങ്ങി തിന്നുന്ന എനിക്കിഷ്ടം. അപ്പം മത്തി വാഴയിലേക്കകത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലയും കാന്താരിയൊക്കെ അടിച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് മടക്കി വെച്ച് ഇഡലി കൂട്ടത്തിനകത്ത് വെച്ച് പുഴുങ്ങിയിട്ട് ആ മത്തി എടുത്ത് തിന്നും. അതെനിക്കിഷ്ടം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, പച്ചവാസന എന്ന് പറയും. ശരിയാ. എവറിബഡീസ് ടേസ്റ്റ് ബഡ് ഈസ് ഡിഫറെൻറ്റ്.
അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ പുറത്തെ രാജ്യത്തൊക്കെ അങ്ങനെ പൊതുവേ സായിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കും. അപ്പോൾ അവർ ചോദിക്കും, ഇസ് ഇറ്റ് മീഡിയം റെയർ ഓർ വെൽ ഡൺ ഓർ ദാറ്റ്, ക്യാൻ യു മേക്ക് ഇറ്റ് എ ലിറ്റിൽ മോർ, ക്യാൻ യു പ്ലീസ്, ഇങ്ങനെയൊക്കെയുള്ള സംസാരമേ ഉള്ളൂ. എപ്പോഴും ഞാൻ ഷെഫിൻ്റെ വീഡിയോസിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷെഫ് എപ്പോഴും ഒരു ഹാൻഡ് ജസ്റ്റർ കൊടുക്കാറുണ്ട്, ഒരു ലോഗോ ഈ ഒരു അല്ലേ, ഇങ്ങനെ ഒരു സംഭവം. അതെന്താണ് അതിൻ്റെ പുറകിലുള്ളത്? ബേസിക്കലി ഇറ്റ്സ് എ സൈൻ ലാംഗ്വേജ്. ഇപ്പം കേൾക്കാനും സംസാരിക്കാനും കഴിവില്ലാത്ത കുട്ടികളും ഉണ്ടല്ലോ. ഷെഫ് നളൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഐ ലവ് യു, ഇറ്റ്സ് ഓൾ അബൌട്ട് കുക്ക് വിത്ത് ലവ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് ആക്ച്വലി കുക്ക് വിത്ത് ലവ്. അതായത് ബേസിക്കലി ഏത് ഡിഷിൻ്റെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ലവ് ആണ്. താങ്കൾക്ക് തന്നെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചോറ് ഞവടി ഇച്ചിരി ഉപ്പ് ഇട്ട് ഒരു അച്ചാറി മുക്കി തന്നാൽ ഇറ്റ് മാറ്റേഴ്സ് ഹൗ മൈ ഹാൻഡ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ലവ് ടുവേർഡ്സ് യു. ബേസിക്കലി കുക്ക് വിത്ത് ലവ്. ഷെഫ് നളൻ. ഷെഫ് നളൻ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ പല ഭാഗങ്ങളിലുണ്ടാവും കേരളത്തിൽ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു ഡൈനിങ് അവൈലബിൾ ആയിട്ട്? ഇപ്പോൾ ഉള്ളത് നീണ്ടൂർ, ഏറ്റുമാനൂർ, ആതിരമ്പുഴ ഉണ്ട്. പിന്നെ 4 മണിക്കാട്ടിലുണ്ട്. 4 മണിക്കാട്ടിൽ പ്രൈവറ്റ് ഡൈനിങ് ആണ്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്പേസ് അല്ലേ? അതെ, പ്രൈവറ്റ് ഡൈനിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ക്യുസീൻ വേണ്ടതെന്ന് പറയുക, പ്രിപ്പയർ ചെയ്യുക, വരിക, എൻജോയ് യുവർ ടൈം ആൻഡ് ലീവ്. അല്ലാണ്ട് റോഡിൽ കൂടെ പോകുന്നവർ ഓടി കയറി വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ജോണർ അല്ല. അത് നമ്മളിപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ പാർട്ടി ഹാളുണ്ട്, നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്, നമ്മൾ അതിനുവേണ്ടി ഗ്രാൻഡായിട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ലൈവ് കുക്കിംഗ് ഉണ്ട്. വേറെ എങ്ങും ചെയ്യാത്ത കണക്ക് ഇപ്പം ബ്രദർ പറയാണ് എനിക്ക് ഷെഫിൻ്റെ ഡിഷ് കഴിക്കണം, ഞങ്ങളൊരു 12 പേര് വരികയാണ്. അപ്പോൾ അതിന് ചെറിയ ഒരു 2000 or 3000 കൺസൾട്ടൻസി ചാർജ് ആണ്. എന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താങ്കൾക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്യും. എക്സ്ക്ലൂസീവ്ലി. അപ്പോൾ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. കുണ്ടറ പാൽക്കറി ആയിരിക്കും, താങ്കൾ ചിലപ്പോൾ പറയാം എനിക്കൊരു ബിരിയാണി ഷെഫ് ലൈവായിട്ട് കഴിക്കണം. ചില ആൾക്കാർക്ക് അത് കണ്ടന്റാണ്, ചില ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഷെഫിൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കുക്കിംഗ് ഉണ്ടാവും. അത് കൊള്ളാം കേട്ടോ, അതൊരു ഭയങ്കര ഗംഭീര കോൺസെപ്റ്റാണ്. ഞാൻ വേറെ കേട്ടിട്ടില്ല അങ്ങനെ. ഇല്ല, കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരും പറയും ഷെഫ് നളൻ്റെ ഫുഡ്, താങ്കൾക്ക് ഷെഫ് നളൻ്റെ കൈ കൊണ്ട് കഴിക്കണം. ഇത് ഷാറൂഖ് ഖാൻ ബേസിക്കലി പല പാർട്ടിക്കും പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാംസും പോയി ഒരു പാർട്ടി അറ്റൻഡ് ചെയ്ത് ഡാൻസ് ചെയ്ത് ചാർജ് ചെയ്തിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റിനെ ഞാൻ കേരളത്തിൽ കൊണ്ടുവന്നതാണ്. എൻ്റെ ഫുഡ് കഴിക്കണം, യു ക്യാൻ ബുക്ക് മീ, ഐ വിൽ കം, ഐ വിൽ കുക്ക് ഫോർ യു ആൻഡ് ഐ വിൽ പ്രിപ്പയർ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല നമ്മൾ ഫുഡ് ഫെസ്റ്റിവലുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഡൈനിങ്ങിന് നമുക്ക് ഇത്ര ചാർജസ് ഉണ്ടാവും. അപ്പോൾ അന്നിപ്പോൾ താങ്കൾ ചിലപ്പം ഒരു ബാക്ക് യാർഡ് പാർട്ടി ആയിരിക്കും നടത്തുന്നത്. ബാക്ക് യാർഡ് പാർട്ടിയിൽ നിങ്ങൾക്ക് ഷെഫ് നളൻ്റെ ഫുഡും വേണം. അപ്പം അതിന് വേണ്ടി ഒരു ബുക്ക് ചെയ്യുന്നു, ആ കാര്യങ്ങൾ വരുന്നു, ഷെഫ് വരുന്നു. അപ്പം പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ എൻ്റെ സബോർഡിനേറ്റ് കുക്ക് ചെയ്തുകൊണ്ടാണ് ഉപ്പ് കുറഞ്ഞു പോയത് അല്ലേ? ലൈവ് നിങ്ങളെ കണ്ണും മുമ്പിലാണ് കുക്ക് ചെയ്തത്. ശരി, അത് കൊള്ളാം. അതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ താങ്കളെ നേരിട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ?